തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ചെറുക്കന. ആഗ്രഹം പോലെ തന്നെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു. ഓ ഇതാരീ സമയത്ത് വരുവാ വരുവാ. ആരാ? ഹായ് ചേച്ചി, വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്തായിരുന്നു. ശരിയാ ശരിയാ, ചേട്ടൻ വിളിച്ചായിരുന്നു. എന്തിനു വന്നാ? വാഷിംഗ് മെഷീൻ മെക്കാനിക് നന്നാക്കാൻ വന്നാ അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. അയ്യോ ഇയാളെ പോയിരുന്നു പറഞ്ഞില്ലല്ലോ. അയ്യോ കൊച്ചു വാ. മോന്റെ വീട് എവിടെയാന്നാ പറഞ്ഞേ? പാലാരിവട്ടം. പാലാരിവട്ടം ശശിയുടെ ആരുമല്ല. ഇതാ നമ്മുടെ വാഷിംഗ് മെഷീൻ കേട്ടോ. ഇതിന്റെ കംപ്ലൈന്റ് എന്തായിരുന്നു ചേച്ചി? ഏത് കമ്പനിയാന്നാ കൊച്ചു പറഞ്ഞേ? വാട്ടർമെലൻ പ്രൈവറ്റ് ലിമിറ്റഡ്. തണ്ണിമത്തങ്ങ എന്നാ പേരാ അത്? പിന്നെ വാഷിംഗ് മെഷീനാ അത് കേട്ടോ. നമ്മളതിനകത്ത് തുണി അലക്കുന്നേ. അതെടുക്കണോ? എന്നാ കൊച്ചെണീക്ക്, ചേച്ചി അതെടുക്കാം. അതെടുക്കണം നിർബന്ധല്ലേ? കൊച്ചി ഇങ്ങ് മാറി. ഞാൻ എടുക്കാം കേട്ടോ. അതാ എനിക്ക് ആസ്മയുടെ ആസ്കിത ഉണ്ടേ. ഇടയ്ക്ക് ഇങ്ങനെ വലിവ് വരും. കൊച്ചിനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല ആ കൊച്ചി ഒരടി അകലത്തിൽ നിൽക്കണം, എന്നാലേ അങ്ങനെ എനിക്കിങ്ങനെ ആൾക്കാരടുത്ത് വരുമ്പോൾ ആസ്മ വന്നതേ. അയ്യോ എന്നാ ഇതാണോ പൊത്ത്? ഇത് വാഷിംഗ് മെഷീനാ, പൊത്തൊന്നും അല്ല കേട്ടോ. നമുക്ക് പൂച്ചയുണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് പറഞ്ഞാ ഇത് തുണിയിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാ ഇത് അലക്കുന്നില്ല. തുണിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണോ? ഞാൻ ആ ബക്കറ്റിൽ പിടിച്ച് രണ്ട് ബക്കറ്റ് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് വെച്ചു, ഒന്നും ആയില്ല മോനെ. ഇതിൽ വെള്ളം തന്നെ നിറയും. അത് അതിനകത്തോട്ടുള്ള ടാപ്പ് മറ്റേ എലി കണ്ടിട്ട് അതിൽ നിന്ന് വെള്ളം വന്നില്ലല്ലോ. ചേച്ചി, ആ എലി കണ്ട ടാപ്പ് ഒന്ന് കാണിക്കാവോ? അതപ്പുറത്താ. ശരിയാക്കേണ്ടി വരും. വേണ്ട, നമുക്കിത് മാത്രം ശരിയാക്കിയാൽ മതി. ചേച്ചി, അത് ശരിയാക്കിയാലേ ഇത് ശരിയാക്കാൻ പറ്റുമോ? അത് ശരിയാക്കാതെ ഇത് ശരിയാക്കാൻ പറ്റിയില്ലേ? ടാപ്പ് കേടായിട്ട് ഇപ്പൊ 1-2 കൊല്ലായില്ലേ? ഇത് ശരിയാക്കാതെ നമ്മൾ ഇത് ശരിയാക്കിയിട്ട് കാര്യമില്ല. കൊച്ചി പോന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാ കൊച്ചിനോട് ഇതെല്ലാം നന്നാക്കാൻ പറയുന്നത്? മോശമല്ലേ? ഇത് ഞങ്ങളുടെ ജോലിയാണല്ലോ, കുഴപ്പമില്ല. ശരിയാക്കാന്നുള്ളതാണല്ലോ. അത് പുറത്താ. കുഴപ്പമില്ല ചേച്ചി, ഇന്ന് കാണിച്ചു തന്നാ മതി. എന്നാ പിന്നെ കൊച്ചൊരു കാര്യം ചെയ്യും, കൊച്ചു പൊക്കോ, എന്നിട്ട് ചേട്ടനുള്ള ഒരു സംഭവം. അല്ല, എനിക്ക് പിന്നീട് ഇന്ന് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഓരോ ഇതുണ്ട്, ഓരോ ദിവസം ഇത്ര. എന്നാ പിന്നെ അത് ഒരു മിനിറ്റ് കൊച്ചൊന്ന് ഇത് നോക്ക്. ചേച്ചി ഇപ്പൊ വരാം കേട്ടോ. ഇത് നോക്ക് കേട്ടോ, ഇത് നോക്കേ. ചേച്ചി, ഇവിടെ നല്ല എലിശല്യം ഉണ്ടല്ലേ? അങ്ങനെ പണ്ടത്തെ പോലെ ഒന്നുമില്ല, പണ്ട് ഇഷ്ടം പോലെയായിരുന്നു. വീട് കുറച്ച് പഴയതാണല്ലേ? അല്ല, എലി കുറെ ഉള്ളതുകൊണ്ട് ചോദിച്ചതാ. ചേച്ചി, പുറത്തെ ടാപ്പ് എന്നാ? അത് ഈ വഴി പോണം മോനെ. കൊച്ചെണീറ്റ് വന്നാ ആദ്യം കേട്ടോ. വാറണ്ടി ഒക്കെ ഉണ്ടോ? ഇത് നീ പൈപ്പിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല. ഈ വാറണ്ടി എന്നാ പ്രശ്നം? അത് അത് അത്രയും വലിയ പ്രശ്നമല്ലേ? അയ്യോ, നമുക്ക് ഇതിന് വാറണ്ടിയുടെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നേ. ചെറിയ പ്രോബ്ലം ഉണ്ട് ചേച്ചിന്റെ ഡ്രമ്മ് മൊത്തം എലി കരണ്ട് പൊളിഞ്ഞിരിക്കുകയാണ്. എന്നെ പൊന്നുമോനെ, എന്നെ പറയാനോ. ഒരു പൂച്ചയുണ്ട്, മേനകട്ട ഒരെണ്ണം. ഒരു 10 ഭാഷക്ക് ഉപകാരം ഉണ്ടെങ്കിൽ വേണ്ടില്ല.
ചേച്ചി ഇത് മേടിച്ചിട്ട് എത്ര നാളായെന്ന് പറഞ്ഞു? അത് ഒത്തിരി നാളായെന്നെ. 2, 2.5, 2, 3, 4, 5, 6 അച്ഛ എത്രയാന്ന് എനിക്കറിയാൻ മേല മാന്. ചേച്ചി വാറന്റിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ പാർട്സ് ഒക്കെ നമുക്ക് അത്രയും വലിയ പ്രശ്നം അല്ലല്ല, പൈസ ചെലവില്ലാതെ നമുക്ക് കുറച്ച് രീതി നന്നാക്കിയൊക്കെ എടുക്കാൻ പറ്റും. ഗ്യാരണ്ടി കിട്ടുന്ന പരിപാടി ഇതാണ്, നന്നാക്കി തരും. അതില്ല. അപ്പൊ നല്ല ചെലവാകും. ഇത് ഡ്രമ്മിന് അത്യാവശ്യം നല്ല പൈസ മുടക്കാവും. അതിലും നല്ലത് വേറൊരു സാധനം മേടിക്കുന്നതായിരിക്കും. അപ്പൊ കൊച്ചിപ്പൊ പറയുന്ന ഇതെല്ലാം തൊട്ട് കാണിച്ചു വെച്ചും ഇതെല്ലാം കേടാന്ന് പറഞ്ഞില്ലേ, അതിലും വേറെ ഇത് ഈ പുതിയൊരു വാഷിംഗ് മെഷീൻ മേടിക്കുന്നതായിരിക്കും അല്ലേ? നമുക്ക് ഫ്രീ ആയിട്ട് ഈ മറ്റേ പറഞ്ഞ വാറന്റി ഉണ്ടാക്കി കിട്ടുമോ? ഇത് വല്ല ആക്രി കൊടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ. അയ്യോ, കൊച്ചിനോട് അപ്പുറത്തെ രേമതി പറഞ്ഞാണോ വലുതോ ഞങ്ങളെ ആക്രീന്ന് എല്ലാരും വിളിക്കുന്നതെന്ന്? അയ്യോ ചേച്ചി ഒന്നും അങ്ങനെയൊന്നുമില്ല. ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയാണ്, കുഴപ്പമില്ല. ഞങ്ങക്ക് അങ്ങനെ ഒരു വട്ടപ്പേരുണ്ടേ. അല്ല, അപ്പൊ ഇവിടുത്തെ ഇനി എന്നാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊട്ട അലക്കാനുണ്ട്. അലക്കി തരാം. അലക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല ചേച്ചി, ഞങ്ങൾ അലക്കി തരത്തൊന്നുമില്ല. കൊച്ചലക്കൊന്നും വേണ്ട, ചേച്ചി അത് ചെയ്തോളാം കേട്ടോ. ഷോന്റെ സീരിയല് തീർന്നു പോയി കാണും. അത് ഞാൻ അപ്പൊ ഇതിനകത്തെ പരിപാടി എല്ലാം കഴിഞ്ഞോ? ഇത് ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. കൊച്ചിന്റെ വീട് എവിടെയാന്നാ പറഞ്ഞേ? പാലാരിവട്ടം. പേരെന്നാ? പേര് പുരുഷോത്തമൻ. വന്നപ്പോ സജി എന്നല്ലേ പറഞ്ഞേ? സജി പുരുഷോത്തമൻ. സജി പുരുഷോത്തമൻ, പാലാരിവട്ടം. കൊച്ചിന്റെ ഫോൺ നമ്പർ ഒന്ന് എഴുതി തന്നിച്ച് മോണം കേട്ടോ. ഞങ്ങളുടെ കമ്പനിയുടെ കാർഡുണ്ട്. കാർഡ് കമ്പനിയുടെ അല്ലേ കൊച്ചിന്റെ? ഓക്കെ. എന്നാ പിന്നെ പൊക്കോ, ഈ വഴി ഇറങ്ങി എളുപ്പം പോ. അതിന് പൈസ ഒന്നും തരണ്ടല്ലോ, അതെല്ലാം കമ്പനിയുടെ പൈസ അല്ലേ? അല്ല, എന്തേലും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ടിപ്പായിട്ടോ അങ്ങനെയൊക്കെ തരാം. അതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? കിട്ടുന്ന ഞങ്ങൾക്കൊരു സന്തോഷം. ഇനിയും വിളിച്ചാൽ ഞങ്ങൾക്ക് വെളുപ്പം പെട്ടെന്ന് വരുമോ ഒക്കെ ചെയ്യാനേ. എന്നാ ഒരു 10 രൂപ ഉണ്ട്, കൊച്ചു വെച്ചോ. വല്ല നാരങ്ങയും വെള്ളം മേടിച്ചു കുടിച്ചോ കേട്ടോ. വേണ്ട ചേച്ചി, വല്ല എലിവിഷം മേടിച്ചോ, എലി കുറെ ഉണ്ടല്ലോ. പഴയ വീടാണല്ലോ. പഴയ കൊച്ചു. പിന്നെ വെള്ളം വേണായിരുന്നോ? കുറച്ച് കിട്ടിയ തിരക്കേടില്ല. പോണ വഴിക്ക് അപ്പുറത്തെ സൈഡിൽ ടാപ്പ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ നന്നാക്കി ടാപ്പല്ലേ? അല്ല, അതിന്റെ അപ്പുറത്ത് വേറൊരു ടാപ്പ് കൂടി ഉണ്ടല്ലോ. കൊച്ചു നോക്ക്. സീരിയല് കണ്ടോട്ടെ. ഓക്കെ എന്നാ ശരി.